സതീശൻ ദാമോദര മേനോൻ എന്ന പ്രയോഗത്തെ പൊളിച്ചടുക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തെ ചിലരും രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ രംഗത്ത് വന്ന ഒരു യുവ കോൺഗ്രസ് നേതാവാണ് ജിൻഡോ ജോൺ. ഏതായാലും പൂക്കി മേനോൻ സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് തരംഗമാണ് എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുവ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സംസ്ഥാന സർക്കാരിലെ ചില വീഴ്ചകളെ വലിച്ചു കീറുകയാണ്, തുറന്നു കാട്ടുകയാണ്, ജാഗ്രത പാലിക്കണമെന്ന് പറയുകയാണ്. സണ്ണി ജോസഫിന്റെ അളിയന്റെ നിയമനം, മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം, പ്രശാന്തിന്റെ രാജി, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഡ്വക്കേറ്റ് ജിൻഡോ ജോൺ തന്നെ രംഗത്ത് വന്നതോടെ ഭരണപക്ഷം വെട്ടിലായിരിക്കുകയാണ്. കൈപൊള്ളി, കണ്ണു തുറന്നു, നിയമനങ്ങളിൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയുടെ അഭിഭാഷകനും ഇടം പിടിച്ചത് വി.ഡി. സതീശൻ സർക്കാരിന്റെ കണ്ണ് തുറപ്പിച്ചു. രണ്ടുപേരെയും അതിവേഗം മുഖ്യമന്ത്രി ഒഴിവാക്കിയെങ്കിലും അതുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം വലുതാണ്. നടത്തിയ നിയമനങ്ങൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ശേഷിക്കുന്ന നിയമനങ്ങൾ ജാഗ്രതയോടെയും അവധാനതയോടെയും നടത്താനാണ് തീരുമാനം. നിയമനം ആഗ്രഹിക്കുന്നവരുടെ വലിയൊരു പട്ടിക തന്നെ സർക്കാരിന് മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് ജനറലിൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും ഓഫീസുകളിൽ ആകെ 133 അഭിഭാഷകർക്കാണ് നിയമനം നൽകേണ്ടത്. നിയമനം ലഭിച്ച 90 പേരുടെ കൂട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കേസ് വാദിച്ചിരുന്ന അഭിഭാഷകൻ കെ വി പ്രദീപ് ഇടം പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒഴിവിൽ ഉൾപ്പെടെ ഇനി 44 പേരെ നിയമിക്കണം. അഡ്വക്കേറ്റ് കെ വി പ്രദീപ് എങ്ങനെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നതിലെ ദുരൂഹത നിലനിൽക്കുകയാണ്. അസംതൃപ്തി യൂത്ത് കോൺഗ്രസിലൂടെ പ്രകടമാവുകയും ചെയ്തു. കൂട്ടത്തിലും കൺമുന്നിലും ഉള്ളവരെ കാണാതെ ശുപാർശകളിലെ പ്രാമുഖ്യം മാത്രം കാണരുതേ എന്ന സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോണാണ്. സർക്കാർ തിരുത്തിയെങ്കിലും ശബരിമല കേസുള്ള കാലത്തോളം പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം കേൾക്കേണ്ടി വരും എന്നതാണ് കോൺഗ്രസിനെയും UDFിനെയും അസ്വസ്ഥമാക്കുന്നത്. ചുരുങ്ങിയ മണിക്കൂറെ സ്പെഷ്യൽ പ്ലീഡർ ചുമതലയിൽ ഇരുന്നുള്ളൂവെങ്കിലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അഡ്വക്കേറ്റ് പ്രദീപിൻ്റെ കൈവശം എത്തിക്കാണുമെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചത് ഇതിൻ്റെ സൂചനയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറി സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. RSS അജണ്ടയുടെ സന്ദേശമാണ് ഈ നിയമനം നൽകുന്നത് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വിമർശനം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും കടമ്പയെ നിൽക്കുന്നു. ചുരുക്കം മന്ത്രിമാരാണ് നിയമനം പൂർത്തിയാക്കിയത്. നിരവധി ശുപാർശകൾ സർക്കാരിന് മുന്നിലെത്തുന്നുണ്ട്. ഈ നിയമനങ്ങളിലും എല്ലാവിധ പരിശോധനകളും നടത്തി സുതാര്യമാക്കാനാണ് നീക്കം. സ്റ്റാഫ് നിയമനം നടക്കാത്തതിൽ പല വകുപ്പുകളും പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുമില്ല. എന്തിനും ഏതിനും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്ന, ഒരുപക്ഷെ ഇനിയും പോകാനിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ആരോഗ്യത്തിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തന്നെ പൊളിച്ചടുക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. നിപ്പയിൽ വാക്പോര്, പ്രതിരോധം പാളിയെന്ന് പിണറായി, അമേരിക്കയിലല്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ്പ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യമന്ത്രി ക്യാമ്പ് ചെയ്യാത്തതിനാൽ പ്രതിരോധം പാളിയെന്ന വിമർശനമുയർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എന്നാൽ കോഴിക്കോട് അമേരിക്കയിലല്ലെന്നും എപ്പോൾ വേണമെങ്കിലും വന്നു പോകാവുന്നതേയുള്ളൂ എന്നും അമേരിക്കയിലിരുന്ന പിണറായി മന്ത്രിസഭാ യോഗം നടത്തിയതിനെ പരാമർശിച്ച് മന്ത്രി കെ മുരളീധരൻ്റെ തിരിച്ചടി. നിപ്പ പ്രതിരോധത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമാണ്. നിപ്പ പ്രതിരോധത്തിൽ ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ ഭരണകൂടവും തമ്മിൽ ഏകോപനമില്ലെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവർക്കിടയിൽ പോലും ആശയക്കുഴപ്പമുണ്ട്. നിപ്പയെ കേരളം ഒറ്റക്കെട്ടായി നിന്നാണ് പ്രതിരോധിക്കേണ്ടത്. വിഷയത്തിൽ മന്ത്രി മുൻകൈയെടുക്കണം. നിപ്പ കൺട്രോൾ റൂം ജനപ്രതിനിധികൾ അകന്നു നിൽക്കേണ്ട സ്ഥലമല്ല. പഴയ പ്രതിപക്ഷത്തെ പോലെ നിപ്പയെ CPM രാഷ്ട്രീയ ആയുധമാക്കില്ലെന്നും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ മറുപടി. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ കോഴിക്കോടെത്താൻ സാധിക്കും. അമേരിക്ക വരെ പോകുന്ന ദൂരമൊന്നുമില്ല. അമേരിക്കയിലിരുന്ന മന്ത്രിസഭാ യോഗം നടത്തിയ ആളാണ് ഇത് പറയുന്നത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കോഴിക്കോട് തുടരേണ്ട കാര്യമില്ല. നിപ്പയുടെ സെൻട്രലൈസ്ഡ് സ്റ്റഡിക്കായാണ് തിരുവനന്തപുരത്ത് തുടർന്നത്. കോർഡിനേറ്റ് ചെയ്യാൻ അതാണ് എളുപ്പം. നിപ്പ ബാധിതനായ രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള വലിയ പോരാട്ടമാണ് ഡോക്ടർമാർ നടത്തുന്നത്. ഡോക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ളവർ സർക്കാരിനോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിൽ കുഴപ്പമില്ല. ഇതൊക്കെ കുറെ കണ്ടതാണ്. വെടിവെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടപ്പില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ ഭരണകൂടവും തമ്മിൽ ഏകോപനമില്ലാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും
നിപ്പ ബാധിച്ച മേഖലയിൽ മന്ത്രി ക്യാമ്പ് ചെയ്തായിരുന്നു. ഇടത് സർക്കാർ കടത്തെ ഏകോപനമെന്നും ഇപ്പോൾ ഈ ജാഗ്രത എവിടെയും കാണുന്നില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഒന്നല്ല 2 വിഷയങ്ങളിലെ SIT അന്വേഷണത്തിന്റെ ഞെട്ടലിലും ആശങ്കയിലുമാണ് സംസ്ഥാനത്തെ CPM. ഒന്ന്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവൻ രക്ഷാ പ്രവർത്തനം, ഗൺമാന്മാർ SIT അന്വേഷണം. മറുവശത്ത് സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം. രക്ഷാപ്രവർത്തനത്തിൽ SIT അന്വേഷണം തലസ്ഥാനത്തേക്ക്. നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ച AD തോമസ് MLAയെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകരായ 5 അംഗ സംഘം മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തലസ്ഥാനത്തേക്ക്. AD തോമസിന്റെ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ലാത്തി കണ്ടെത്തുന്നതിനും കേസ് അട്ടിമറിക്കാൻ ADGP ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ശ്രമവും അന്വേഷിക്കാനാണ് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അംഗരക്ഷകർ യാതൊരു പ്രകോപനവുമില്ലാതെ ഇരുവരെയും തല്ലിച്ചതച്ചതിന്റെ പിന്നിൽ ആരുടെയോ നിർദ്ദേശം ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നു. ഇതറിയാൻ കോൾ വിശദാംശങ്ങൾ ശേഖരിക്കും. ലാത്തികൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ADGP MR അജിത് കുമാർ അന്വേഷണ സംഘത്തെ വിളിച്ചു വരുത്തി ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ സഹായത്തോടെ അന്ന് കേസ് ഡയറി തിരുത്തിയതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ADGP ഓഫീസിലെ CCTV ദൃശ്യങ്ങളും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെ മൊഴികളും ശേഖരിക്കാൻ ശ്രമം തുടങ്ങി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും നടപടികൾക്കും ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമാണിത്. കേസ് അന്വേഷണ സംഘത്തലവൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയ AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട് കമ്മീഷണറായി നിയമിച്ചതോടെ അദ്ദേഹം ക്രൈംബ്രാഞ്ച് SPയുടെ ചുമതല വിടുമെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തലവനായി തുടരുമെന്നാണ് വിവരം. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലിനെയാണ് ആലപ്പുഴയിൽ പകരം നിയമിച്ചത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഗൺമാന്മാരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ അനുവദിച്ച 1 മാസത്തെ സമയപരിധി 18-ന് അവസാനിക്കും. ഫോറൻസിക് ഫലങ്ങൾ ഉൾപ്പെടെ ചില തെളിവുകൾ കൂടി ലഭ്യമാക്കേണ്ടതിനാൽ അന്തിമ റിപ്പോർട്ട് സർക്കാർ സമയം നീട്ടി നൽകിയേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശ്രീകോവിൽ പ്രഭാമണ്ഡലം ഇളക്കി പരിശോധന. SIT സംഘം സന്നിധാനത്ത്. സ്വർണ്ണക്കൊള്ള കേസിൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളിയും അതിനു മുകളിലുള്ള പ്രഭാമണ്ഡലവും ഇളക്കി പരിശോധിച്ചു. ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിക്ക് മുകളിലുള്ള ലക്ഷ്മി രൂപം കൊളുത്തിയ സ്വർണം പതിപ്പിച്ച ആർച്ച് രൂപത്തിലുള്ള മംഗല്യ പലകയാണ് പ്രഭാമണ്ഡലം. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ഇവ ഇളക്കിയെടുത്തത്. ആദ്യമായാണ് പ്രഭാമണ്ഡലം ഇളക്കി പരിശോധിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും ഭംഗിക്കും വേണ്ടിയാണ് ഇത് വെക്കുന്നത്. തടിയിലും ലോഹത്തിലും നിർമ്മിക്കാറുണ്ട്. ശബരിമലയിൽ ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞാണ് പ്രഭാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്നത്. കട്ടളപ്പാളി നേരത്തെ പരിശോധിച്ചിരുന്നെങ്കിലും വീണ്ടും ഇളക്കി തൂക്കമടക്കം നോക്കുകയായിരുന്നു. ശ്രീകോവിൽ വാതിലിൻ്റെ വടക്ക് ഭാഗത്തെ കട്ടളപ്പാളിയാണ് പരിശോധനയ്ക്കായി ഇളക്കിയെടുത്തത്. സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിന് സമീപത്തെ മുറിയിലെത്തിച്ച് ഇവയുടെ തൂക്കവും മാറ്റും SIT പരിശോധിച്ചു. മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നതോടെയാണ് ഇവയുടെ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്തെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ 12 പ്രതികളാണുള്ളത്. കുറ്റപത്രം നൽകാൻ വൈകിയതിനാൽ എല്ലാവരും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. കേസിലെ 2ാം പ്രതി മുരാരി ബാബു കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. സന്നിധാനത്തെ മറ്റ് സ്വർണ്ണ ഭാഗങ്ങളുടെ പരിശോധന നേരത്തെ പൂർത്തിയായിരുന്നു. പ്രഭാമണ്ഡലം ഇളക്കി പരിശോധിക്കാൻ മുൻപ് ശ്രമിച്ചിരുന്നെങ്കിലും തിരികെ ഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം അന്ന് ഒഴിവാക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ മുതൽ പലതവണയായി SIT സന്നിധാനത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നിവിടങ്ങളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം SIT തയ്യാറാക്കുന്നത്.